ശ്ലോകം 9. രാധായാ മേ പ്രിയതമമിതം മേ രാധായാ ഇതം പ്രിയതമം. എൻ്റെ രാധയ്ക്ക് ഇത് ഏറ്റവും ഇഷ്ടമാണ്. ഭഗവാൻ പറയുകയാണ്, എൻ്റെ രാധയ്ക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ രാധയെ സമാധാനിപ്പിക്കണം. ആരാണ് രാധ? ആര് ഭഗവാനെ ആരാധിക്കുന്നുവോ അവരാണ് രാധ. ഭാഗവതം അതാണ് പറയുന്നത്, ആരാധിക്കുന്നവർ. രാധ എന്നുള്ള വാക്ക് ഭാഗവതത്തിൽ ഇല്ല. ഗർഗഭാവത്തിൽ പറയുന്നുണ്ട്, പക്ഷേ ഭാഗവതത്തിൽ രാധയില്ല. ആരാധിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ രാധായാമേ പ്രിയതമമിതം, എൻ്റെ രാധയ്ക്ക്, എന്നെ ആരാധിക്കുന്നവൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഉദ്ധവരോട് പറയുന്നതായിട്ടാണ് പറയുന്നത്. മൽപ്രിയൈവം ബ്രവീതി, ഉദ്ധവരെ, എൻ്റെ പ്രിയപ്പെട്ടവളായ ആ രാധ ഇങ്ങനെയാണ് പറയുക, ഇങ്ങനെയാണ് പറയുക. ഓരോ സന്ദർഭത്തിലും ഉദ്ധവരോട് വിജനപ്രദേശത്ത് വെച്ച് പറയുന്നു. ചില സമയത്ത് ഉദ്ധവർ ഭഗവാനോടൊന്നും മിണ്ടാതെ കണ്ട് മൗനിയായിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ പറയുകയാണ്, ത്വം കിം മൗനം കലയസി സഖേ. എന്താ കൂട്ടുകാരാ ഇങ്ങനെ മിണ്ടാതിരിക്കണത്? ഏതുപോലെ? മാനിനി മൽപ്രിയേവ, അഭിമാനിയായിരിക്കുന്ന എൻ്റെ രാധ ഇതുപോലെയാണ് ചിലപ്പോൾ. ഒന്നും മിണ്ടില്ല, ഒന്നും മിണ്ടാണ്ട് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് എന്ന് രാധയോട് പറഞ്ഞ് രാധയെ ആനന്ദിപ്പിച്ചു. ഇതുപോലെ ഓരോ ഗോപിയോടും പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് ഇത്യാദ്യേവ പ്രവദതി സഖി ത്വൽപ്രിയോ നിർജ്ജനീമാം. രാധേ, ഇപ്രകാരം കൃഷ്ണൻ വിജനപ്രദേശത്ത് വെച്ച്, നിർജ്ജനേ, ആരുമില്ലാത്ത, മറ്റുള്ളവരാരും ഇല്ലാത്ത സമയത്ത് എന്നോട് പറയാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ദിവസേന അദ്ദേഹം ഓർമ്മിക്കാറുണ്ട്. ഇഥം വാദേഹി, ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് അരമയദയം, അവരെ രമിപ്പിച്ചു. ത്വൽപ്രിയാം ഉൽപ്പലാക്ഷീം, ഉൽപ്പല അക്ഷി, താമര പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ, സുന്ദരി. സുന്ദരിയായ അങ്ങയുടെ ആ പ്രിയപ്പെട്ടവളായ രാധയെ ഇപ്രകാരം പല സമയത്തും നിന്നെക്കുറിച്ച് എന്നോട് പറയാറുണ്ട് എന്ന് പറഞ്ഞ് അവളെ അരമയൽ, അവളെ രമിപ്പിക്കുകയുണ്ടായി. ഈ വാസ്തവത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. അത് ഭട്ടതിരിപ്പാട് ആ കാവ്യ ഭംഗിക്ക് വേണ്ടി ചേർത്തതാണെന്ന് അർത്ഥം. അത്രയും. ശ്ലോകം 10. ഭഗവാന്റെ എല്ലാവർക്കും കൂടി ഉള്ളതായ ആ ഉപദേശം. ഏഷ്യാമിദ്രാക്, ഞാൻ വേഗം വരും, വേഗം വരും. എന്നപ്പം ഇപ്പം വരായിരുന്നില്ലേ? എന്തായാലും അവിടുന്ന് രഥം വന്നതല്ലേ, ആ രഥത്തിൽ ഒന്നിച്ചിങ്ങോട്ട് വന്നാൽ പോരെ. അനുപഗമനം കേവലം കാര്യഭാരാ, ഇവിടെ അത്ര പണിയുണ്ട്. രാജ്യം നോക്കുന്ന പണിയല്ലേ, രാജ്യഭരണമല്ലേ. അതുകൊണ്ട് എന്തെന്നില്ലാത്ത കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ വന്നില്ല. അനുപഗമനം കേവലം കാര്യഭാരാ. പിന്നെയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, വിശ്ലേഷേവി, എന്നെ പിരിഞ്ഞിരിക്കുമ്പോഴും എന്നിൽ നിന്ന് വേർപെട്ടിരിക്കുമ്പോഴും സ്മരണദൃഢത സംഭവാ, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള ഓർമ്മ ഉറയ്ക്കട്ടെ, ദൃഢമാവട്ടെ.
എന്നെ പിരിഞ്ഞിരിക്കുമ്പോഴും എന്നെക്കുറിച്ചുള്ള ഓർമ്മ ഉറയ്ക്കട്ടെ. ഇപ്രകാരം വിദേശത്തിൽ പോയതായ ഭർത്താവിനെക്കുറിച്ച് നാട്ടിലുള്ളതായ ഭാര്യ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുവോ അതുപോലെ നിങ്ങളെപ്പോഴും ഞാനില്ലെങ്കിലും ഞാൻ അടുത്തില്ലെങ്കിലും നിങ്ങൾ എന്നെക്കുറിച്ച് ഓർമ്മിക്കൂ. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രഥമമായിട്ടുള്ളൊരു കാര്യമാണ് മാസ്തു ഖേദ. ഒരു കാരണവശാലും ദുഃഖിക്കരുത്. ഭഗവത്ഗീതയിൽ മാ ശുചഃ, ഭാഗവത്തിൽ മാ ശുചഃ. എന്തുകൊണ്ട്? നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. ആനന്ദസ്വരൂപികളായ നമുക്ക് എങ്ങനെ ദുഃഖം വരുന്നത്? അജ്ഞാനം മൂലമല്ലേ ആ ദുഃഖം വരുന്നത്. ആ അജ്ഞാനത്തിനെ മാറ്റണം. എന്തുകൊണ്ടാണ് അജ്ഞാനം വരുന്നത്? ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത. നമ്മൾ ഓരോരുത്തരും ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ തൽക്കാലം ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രം. ക്ഷേത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും, ഭഗവാന് നാശമില്ല, ആത്മാവിന് നാശമില്ല. മാസ്തു ഖേദഃ, ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഞാനാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. ഭഗവാന്റെ സ്വരൂപം സച്ചിദാനന്ദം. പിന്നെ എങ്ങനെ നമുക്ക് ദുഃഖം വരുന്നത്? അപ്പോൾ എന്തോ അജ്ഞാനം മൂലമാണ് ദുഃഖം വരുന്നത്. ആ അജ്ഞാനം ഈ ശരീരവുമായിട്ടുള്ളതായ ബന്ധമാണ്, വിഷയങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ബ്രഹ്മാനന്ദേ മിളതി നചിരാൽ നചിരാൽ, വളരെ വേഗത്തിൽ, ഒട്ടും താമസമില്ലാതെ. ചിരാൽ വളരെ കാലം കഴിഞ്ഞ്, നചിരാൽ വേഗത്തിൽ. ബ്രഹ്മാനന്ദേ മിളതി, നിങ്ങൾക്ക് ഈ ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. എങ്ങനെയായാൽ സംഗമോ വാവിയോഗ, എന്നോട് ചേർന്നാലും ശരി, എന്നിൽ വിട്ടായാലും ശരി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തുല്യോ വസ്യാൽ, രണ്ടും നിങ്ങൾ തുല്യമായിട്ട് കാണണം. ചേർന്നിരുന്നാലും ശരി, വിട്ടിരുന്നാലും ശരി, നിങ്ങൾ രണ്ടും തുല്യമായിട്ട് കണക്കാക്കി ബ്രഹ്മാനന്ദം അനുഭവിക്കണം. എന്തുകൊണ്ട്? ഭഗവാൻ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് ഏഷ്യാമിദ്രാക് എന്ന് പറഞ്ഞത്. ഭഗവാൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഭഗവാൻ കള്ളം പറയുമോ? ഇല്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അത് ഗോപികളോട് ഇപ്പോൾ പറയുകയാണ്. ഏഷ്യാമിദ്രാക് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഭഗവാൻ വരുമെന്ന്. അല്ല, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ ബ്രഹ്മാനന്ദം നിങ്ങൾ അനുഭവിക്കേ വേണ്ടൂ. ബ്രഹ്മാനന്ദേ മിളതി നചിരാത്. എപ്പോൾ നിങ്ങൾക്ക് ആ ജ്ഞാനം ഉണ്ടാകുന്നുവോ താമസിയാതെ നിങ്ങൾക്ക് ആ ബ്രഹ്മാനന്ദം അനുഭവപ്പെടും. എങ്ങനെയായാൽ യോഗ സംഗമഃ വിയോഗഃ, ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ വന്നാലും ഞാൻ ഇല്ലാതിരുന്നാലും ഒരേപോലെ ഇരിക്കും. അതായത് എൻ്റെ ശരീരത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. വേർപാടിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല. ഭഗവാൻ 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? എപ്പോഴും അവർക്ക് ഭഗവത് ചിന്തയുണ്ട്.
ത്വൽപ്രോൽഗാനൈ സഹിതമനിശം സർവതോ ഗേഹകൃത്യം. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവത് ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. അത് മതി. ഇപ്പം യോഗിമാരെക്കാളും ശ്രേഷ്ഠരായി, ഋഷിമാരെക്കാളും തപസ്വികളെക്കാളും ശ്രേഷ്ഠരായി. ആ മനസ്സ് ഭഗവാനെ കൊണ്ട് നിറഞ്ഞു. ഭഗവാന്റെ സ്വരൂപം ആനന്ദം, ബ്രഹ്മാനന്ദം. പിന്നെ എങ്ങനെ നിങ്ങൾ ദുഃഖിക്കുന്നത്? ഞാനിപ്പോഴേ നിങ്ങളുടെ അടുത്തുണ്ട്. അതാണ് ഏഷ്യാമിദ്രാഗ് എന്ന് പറഞ്ഞത്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ആ നിലവാരത്തിലെത്തിയവർക്ക്, എല്ലാ കർമ്മങ്ങളും ഈശ്വര ചിന്തയോടുകൂടി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സദാ ഭഗവത് ചിന്തയിലിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേമ ഭക്തിയാണ്. യോഗികൾ അഷ്ടാംഗ യോഗം കൊണ്ടാണ് ആ ഭഗവാനെ പ്രാപിക്കുന്നത്. മുനിമാരും ഋഷിമാരും തപസ്സുകൊണ്ടാണ് ആ ഭഗവാനെ പ്രാപിക്കുന്നത്. ഇവരെ പ്രേമഭക്തി കൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ കാന്തനാണ് എന്ന് വിചാരിച്ചിട്ട്, ആ കാന്തൻ ബ്രഹ്മാനന്ദമായിട്ട് തങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നവർക്ക് ഈ സന്ദേശം കിട്ടിയപ്പോൾ മനസ്സിലായി. ഇതി തവഗിര, ഇപ്രകാരമുള്ള ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വാക്കുകൊണ്ട്, അങ്ങയുടെ വാക്ക് ഉദ്ധവർ പറഞ്ഞപ്പോൾ സോകരോ നിർവ്യഥാസ്താഹ, അവരെല്ലാവരും അല്പം പോലും ദുഃഖമില്ലാത്തവരായി. അവരെ ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. ഈ ജ്ഞാനം അവർക്ക് കിട്ടി. ബ്രഹ്മാനന്ദം ഞങ്ങളുടെ ഉള്ളിലുണ്ട്, അതാണ് ഭഗവാൻ ഏഷ്യാമിദ്രാഗ് എന്ന് പറയുന്നത് എന്നവർക്ക് മനസ്സിലായി എന്നർത്ഥം. അവരുടെ ആ മാനസികാവസ്ഥയിൽ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമുക്കൊന്നും ആ വിഷയചിന്ത വിട്ടിട്ടില്ല. പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. ആ സകല വിഷയങ്ങളെയും വിട്ടിട്ടുള്ളവരാണ് അവർ എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള അവർക്ക് ഈ ബ്രഹ്മാനന്ദം തങ്ങളുടെ ഉള്ളിലുണ്ട്. ഭഗവാനുമായി സംഗമമുണ്ടായാലും ശരി, വിയോഗമായാലും ശരി, ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. രമണ മഹർഷി 10-14 വയസ്സാവുന്ന സമയത്താണ് ഒരിക്കലൊന്ന് വീട്ടിലെങ്ങനെ ചത്ത പോലെ വീണു എന്നാണ് പറയണത്. ചത്ത പോലെ വീണു. കുറച്ച് നേരം അങ്ങനെ കടന്നു. ഇവിടെ ഒരു ഈ മധ്യത്തിലായിട്ടൊരു ഇത് കേട്ടു. അപ്പോഴാണ് എഴുന്നേറ്റ്. ഏട്ടൻ ആ സമയത്ത് 5 രൂപ കൊടുത്തിരുന്നു ഫീസ് അടയ്ക്കാൻ. അത് കൊണ്ടുപോയി ഫീസ് അടച്ചില്ല. താൻ ടിക്കറ്റ് എടുത്ത് അരുണാചലത്തിലേക്ക് വരുന്നത്. അരുണാചലത്തിൽ വന്നു. അവിടെ ഗുഹകൾ ധാരാളമുണ്ട്. ആ ഗുഹകളിൽ കയറിയിരുന്ന് ഭജിക്കാൻ തുടങ്ങി. ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ ഈ ഭഗവാൻ തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതായ ചിന്ത, ആ ചിന്ത കൊണ്ട് ആ ബ്രഹ്മാനന്ദം തെളിഞ്ഞു. പിന്നെ എല്ലാ ജ്ഞാനവും എപ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞോ സകല ജ്ഞാനവും വരും. അതൊരു സങ്കല്പമേ വേണ്ടൂ. ഏത് ജ്ഞാനമാണ് വേണ്ടത്, ആ ജ്ഞാനത്തിനെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചാൽ ആ ജ്ഞാനം വരും. എന്തായാലും ഭഗവാൻ പറഞ്ഞയച്ച ആ ഉപദേശം, എന്താ ഉപദേശം? വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാ, ഞാൻ വേർപെട്ടിരുന്നാലും
നിങ്ങൾക്ക് ഉള്ളതായ ആ സ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കണു, നിറഞ്ഞ് അത് സംഭവിച്ചു കൊണ്ടേയിരിക്കണു. അതിന് ആ സ്മരണയ്ക്ക് ദൃഢതയുണ്ടായിക്കൊണ്ടിരിക്കണു. അത് മതി. ഒരു സ്ഥലത്തും നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ആനന്ദസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന ജ്ഞാനം ഉറയ്ക്കണം. അതാണ് സ്മരണദൃഢതാ സംഭവ. ഗോപികരെ സംബന്ധിച്ച് ഭഗവാൻ എന്തൊക്കെ പറഞ്ഞോ അതിൻ്റെ ആ സ്മരണ ദൃഢത. നമ്മളെ സംബന്ധിച്ചോ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെ ജ്ഞാനസ്വരൂപനായിരിക്കുന്നു എന്ന സ്മരണ, അതിന് ദൃഢത വരണം. അതെപ്പോഴാണ് ദൃഢത വരിക? ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോകണം. വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോയി ആ സ്മരണ ദൃഢത അവിടെ ഉറയ്ക്കുമ്പോൾ നമ്മളും ഭഗവാനായി. ജീവാത്മാവ് പരമാത്മാവായി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ചട്ടക്കൂട്ടിനുള്ളിലിരിക്കുന്ന പരമാത്മാവിൻ്റെ പ്രതിബിംബം മാത്രമാണ്. എവിടെയാണ് പ്രതിബിംബിക്കുന്നത്? മനസ്സിൽ. മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ ഞാനുണ്ടായി. ഈ ജീവാത്മാവ് മാറണം. ആ സ്ഥാനത്ത് പരമാത്മാവ് വരണം. ഏതു കാലം വരെ ജീവാത്മാവ് ഉണ്ടാവും? ഈ വിഷയചിന്തയുള്ള കാലത്തോളം. എപ്പോൾ വിഷയചിന്ത മാറിയോ ഈ പരമാത്മാവ് ആ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. ചളിയുള്ള ബക്കറ്റിൽ വെള്ളത്തിലേക്ക് നല്ല വെള്ളം കടത്തി വിട്ടാൽ കാലം കൊണ്ട് അതിൽ നല്ല വെള്ളം മാത്രമാകും. അത് വീണ്ടും വീണ്ടും സ്മരിക്കുക. ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞിരിക്കണു. അതിനിപ്പോൾ തടസ്സം വന്നിരിക്കുന്നത് ഈ മനസ്സാണ്. അതാണ് ആചാര്യന്മാർ പറയുന്നത്, മനോനാശം നടത്തൂ. മനോനാശം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ മാറ്റൂ. വിഷയങ്ങളെ മാറ്റാൻ സാധിക്കുമോ? ഗൃഹസ്ഥന്മാരായി നമ്മൾക്കത് സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ ഏതേത് വിഷയമായിട്ട് ബന്ധപ്പെടുന്നുവോ അതേ ഭഗവാനായിട്ട് കാണൂ. യാതൊന്നു കാൺമതു നാരായണ പ്രതിമ. എല്ലാം ഭഗവാൻ, എല്ലാം ഭഗവാൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ബ്രഹ്മാനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അതാണ് ഭഗവാനോട് ബ്രഹ്മാനന്ദേ മിളതി. എല്ലാം ബ്രഹ്മമാണെന്നുള്ള ആ ആനന്ദം നിങ്ങൾക്ക് വരും. അതിനുള്ള സ്മരണ ദൃഢത നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. എൻ്റെ സംഘമായാലും വിയോഗമായാലും രണ്ടും നിങ്ങൾ തുല്യോ വസ്യാ, രണ്ടും തുല്യമായിട്ട് കണക്കാക്കും എന്ന് ഉദ്ധവർ ഭഗവാന്റെ ഉപദേശത്തിനെ പറഞ്ഞു. അവരെ നിർവ്യഥാസ്ഥാഹ, ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. യാതൊരു ദുഃഖവും ഇല്ലാത്തവർ ആക്കി തീർത്തു.